യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹക്കാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപയോഹന്നാൻ യേശുനാഥനെക്കുറിച്ച് ചില സാക്ഷ്യങ്ങൾ നൽകുകയാണ്. കാരണം സ്നാപയോഹന്നാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ചിലർ യേശുനാഥനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. യേശുനാഥൻ ആരാണെന്നുള്ള സംശയങ്ങളൊക്കെ അവരിങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. യേശുനാഥൻ ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അവിടുന്ന് സാധാരണ ഒരു പ്രവാചകനല്ല, ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് യേശുനാഥനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്, കാരണം അവിടുന്ന് മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ യോഹന്നാൻ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ഒരു സൂചന നൽകുന്ന ഒരു വാക്യം ഈ സ്നാപയോഹന്നാൻ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവാത്മാവ്, ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം കൂടെയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവം ഓരോ മനുഷ്യരിലേക്ക് നയിക്കുന്ന ആ ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അപ്പം ഈ ദൈവം സ്നേഹത്തെ അളന്നൊന്നുമല്ല കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി യേശു നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3:16 നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തിന് അളവില്ല എന്നുകൂടെ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അളവുകളെക്കുറിച്ച് പറയുന്നത്? കാരണം ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും അളന്നും കൂട്ടിയും കുറച്ചൊക്കെയാണ്. എന്നെ ഒരാൾ എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ദൈവത്തെക്കുറിച്ച് അന്നും വരെ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതനുസരിച്ച് ദൈവം സ്നേഹിക്കുന്നു എന്നൊക്കെയാണ്. അതായത് ഞാൻ ദൈവത്തിൻ്റെ ജനമായിരിക്കണം, അപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ യോഹന്നാൻ പറയുന്നത്, അതായത് യോഹന്നാൻ ശ്ലീഹ, സുവിശേഷകനായ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ദൈവം നമ്മെ തിരിച്ച് സ്നേഹിക്കുന്നത്, ദൈവമാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. അപ്പോൾ ദൈവം അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രത്യുത്തരമായി ദൈവത്തെ തിരിച്ച് സ്നേഹിക്കണം. അല്ലാതെ എൻ്റെ സ്നേഹം കാത്തിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം നമ്മളെ അത്യധികമായി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ഞാൻ തിരിച്ച് സ്നേഹിക്കണം. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ ഉള്ള ഒരു വിളിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത്. കാരണം എൻ്റെ സ്നേഹം കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല, അതിനു മുമ്പേ, ഞാൻ സ്നേഹിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടയാളമാണ് ആത്മാവിനെ അളന്നൊന്നുമല്ല ദൈവം കൊടുക്കുന്നത്. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അപ്പോൾ അതനുസരിച്ച് ഞാൻ നിനക്ക് ആത്മാവിനെ തരാം, അങ്ങനെയല്ല. ആത്മാവിനെ അവിടെ നിന്ന് സമൃദ്ധമായി വർഷിക്കുകയാണ്. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സൂചനയാണ് യേശുനാഥനെ തന്നെ നമുക്ക് മരണത്തിന് വിട്ട് നൽകിക്കൊണ്ട് യേശുനാഥനെ തന്നെ അവിടെ നമ്മളിലേക്ക് നൽകിയത്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളെ സമൃദ്ധമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അതിയായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനമില്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് അവിടുത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം. അതായത് ഇന്നലെ നമ്മൾ ധ്യാനിച്ച് നമ്മൾ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇന്ന് ആ ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരാനാണ് സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാനുള്ള കൃപ, അളന്നും തൂക്കിയും അല്ലാതെ ആത്മാർത്ഥമായ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.